ഇപ്പം ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഇത് സൂപ്പർ ടേസ്റ്റുള്ളൊരു പാലടയാണ്. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: 1 ഗ്ലാസ് പച്ചരി, 1 ഗ്ലാസ് നമ്മളെ റേഷനരിയുടെ വെള്ളരി, പിന്നെ 1/2 ഗ്ലാസ് ചോറ്, പിന്നെ ഒരു കപ്പ് നാളികേരം, പിന്നെ 1 ടീസ്പൂൺ നല്ല ജീരകം, 1 കഷ്ണം ചുവന്നുള്ളി, 1 ടീസ്പൂണ് ഉപ്പ്. ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1 കോഴിമുട്ട ആവശ്യത്തിന് വെള്ളം. ഇനി ഈ മുട്ട നമുക്കൊന്ന് ഇതിലേക്ക് ഉടച്ചൊഴിക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നാളികേരത്തിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ടു. നമുക്ക് 2 ട്രിപ്പായിട്ട് അരച്ചെടുക്കാം. ഇതിലോട്ട് നമുക്ക് ഇതൊന്ന് മുങ്ങാനുള്ള വെള്ളം ഒഴിച്ചു. ഇതൊന്ന് നമുക്ക് മിക്സി ഒന്ന് അടിച്ച് വരാം, നല്ലപോലെ അരച്ച് വരാം. ഈ മാവ് ഇവിടെ അടിച്ച് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ സ്വല്പം കൂടെ ലൂസാക്കണം. അതിന് കൂടെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. അപ്പം ഈ മാവ് ഈ അളവിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് കുറച്ച് നെയ്യ് പറ്റിയിട്ട് ഇത് ഒരേ കയ്യിൽ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ചുട്ടെടുക്കാം. അപ്പം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലോട്ട് സ്വല്പം നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഒരു കയ്യിലൊഴിച്ചിട്ട് നമുക്കൊന്ന് ചുട്ടെടുക്കാം. കയ്യിൽ വേണ്ട, ഒരു 3/4 കയ്യിൽ എന്നിട്ട് ഞാൻ നല്ലോണം ഒന്ന് വീശി കൊടുക്കാം. ഇതിലേക്ക് 4 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ലൂസിൽ വേണം മാവ് ആക്കിയെടുക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ നല്ല കട്ടിയാവും. അപ്പത്തേക്ക് നല്ല ടേസ്റ്റാണ്, നമുക്ക് വെറുതെയും കഴിക്കാം. പഞ്ചസാരയും ഉപ്പും നാളികേരവും ജീരകവും ചുവന്നുള്ളിയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാക്കുന്ന കാരണം നല്ലൊരു സ്മെല്ലും നല്ലൊരു സോഫ്റ്റും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ചോറ്, പച്ചരി, പുഴുക്കൽ അരി എല്ലാം ഇതിൽ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനൊന്ന് ഉണ്ടാക്കി നോക്കാം എല്ലാവരും. ഇത് ഒരു പുറം വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. നമ്മൾ ദോശ, നല്ല സോഫ്റ്റായ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ എല്ലാതും ചുട്ടെടുക്കുക. അപ്പം നമ്മളെ ഇവിടെ നല്ല സൂപ്പർ നൈസ് ദോശ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എന്താ വളരെ സോഫ്റ്റാണ്. ഇത് നമ്മളിവിടെ നാളികേരപ്പാലിൻ്റെ കൂടെയാണ് ആഡ് ചെയ്ത് കഴിക്കുന്നത്. ഇത് നമുക്ക് സോയാ ചങ്ക് റോസ്റ്റും എന്ത് കറിയും മുട്ടക്കറിയും എല്ലാം ഇതിന് കോമ്പിനേഷനാണ്. അപ്പോൾ ഒരു 15 എണ്ണമാണ് നമുക്ക് ഈ 2 ഗ്ലാസ് അരിക്ക് കിട്ടിയിട്ടുള്ളത്. പച്ചരിയും പുഴുക്കലരിയും 1/2 ഗ്ലാസ് ചോറും. പിന്നെ വളരെ നൈസായിട്ട് തന്നെ ഉണ്ടാക്കാൻ നോക്കണം. ഇത് തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് ഒരു 6 മണിക്കൂർ കുതിർത്തിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ദോശയാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും.